ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിൽ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന മസായിലുൽ ഫിഖ്ഹിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം, ഉത്തരങ്ങൾ പഠിക്കാം. ഒന്നാമത്തേതായിട്ട് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ എന്താണ്? മുസഹഫ് തൊടാനും എടുക്കാനും ഉളൂ വേണ്ടത് ആർക്കാണ് മുസഹഫ് എടുക്കാനും തൊടാനും ഒക്കെ ഉളൂ വേണ്ടത് ആർക്കാണ്? വലിയവർക്കാണ്. എന്നാൽ വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് മുസഹഫ് തൊടാനും എടുക്കാനും ഉളൂ വേണ്ട നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടതാണ് ചോദിച്ചത്, അത് വലിയവർക്കാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തതാ, ഉളൂവിന് ശേഷം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. എന്താണ് ലഭിക്കുന്ന പ്രതിഫലം? സ്വർഗ്ഗമാണ്. സ്വർഗത്തിലേക്ക് 8 കവാടങ്ങളുണ്ട്. അതിലിഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വർഗം എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്ത എന്താണ്? ഉളൂഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം. ഉളൂഇന് നിയ്യത്ത് ചെയ്യേണ്ട സമയം എപ്പോഴാണ്? നമ്മൾ ഉളൂഇൻ്റെ ഫർളുകൾ പഠിച്ചിട്ടുണ്ട് 6 എണ്ണം. അതിൽ നിയ്യത്ത് ഒന്നാമതെന്നെ നിയ്യത്താണ്. പക്ഷെ അത് എപ്പോഴാണ് പറയേണ്ടത് നമ്മൾ ആ പാഠത്ത് പഠിക്കുന്നുണ്ട്. എന്താണ്? മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് പറയേണ്ടത്. അപ്പോൾ അവിടെ കൈ കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, ഉളൂഇൻ്റെ അവസാനത്തിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെ മുഖം കഴുകുമ്പോൾ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത്, ഉളൂഇൻ്റെ ഷർത്തുകൾ എത്ര? ഉളൂഇൻ്റെ ഫർളുകൾ 6ഉം ഷർത്തുകൾ 5ഉമാണ്. മനസ്സിലാക്കണം കേട്ടോ, മാറിപ്പോകരുത്. അടുത്തത്, അള്ളാഹുവും റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും ആരെയാണ്? ശുദ്ധിയുള്ളവരെ അള്ളാഹുവും റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അടുത്തത്, പൂർണ്ണമായി ഉളൂ ചെയ്താലുള്ള നേട്ടമെന്ത്? എന്താണ്? പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. പൂർണ്ണമായി ഉളൂ ചെയ്താൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അടുത്തത്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? മുസഹഫ് എടുക്കാൻ ഡാഷ് ഉളൂ വേണം. അപ്പോൾ അവിടെ എന്താണ്? മുസഹഫ് എടുക്കാനും തൊടാനും ഉളൂ വേണം. മുസഹഫ് എടുക്കാനും അത് തൊടാനും എന്താണ്? ഉളൂ വേണം. അപ്പോൾ തൊടാനും എന്ന് നമുക്ക് എഴുതാം. അടുത്തതാ, മുസഹഫിനോട് ഡാഷ് കാണിക്കാൻ പാടില്ല. എന്താണ്? മുസഹഫിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല. 2 കാലും ഡാഷ് കഴുകുക. ഉളൂവിൻ്റെ ഫർളുകളിൽ 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. അതേപോലെ നമുക്ക് 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. മുഖം മുഴുവനും കഴുകുക. തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക. അതൊക്കെ എന്താണ്? ഇതേപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തതാ, അത്തഹൂറു ഡാഷ് ശത്രുൽ ഈമാൻ. അപ്പോൾ അവിടെ നമുക്കവിടെ വിട്ട ഭാഗത്ത് ചേർക്കേണ്ടത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നു പോയിട്ടുണ്ട്, മാറിപ്പോയതാണ്. അത്തഹൂറു ഡാഷ് ഈമാൻ എന്നാണ് അവിടെ തരേണ്ടത്. അപ്പം നമുക്കവിടെ അത്തഹൂറു ഷത്രുൽ ഈമാൻ എന്ന് പൂർത്തിയാക്കാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ ക്വസ്റ്റ്യനിൽ പ്രിൻറ്റിൽ വന്നതാണ്. ഓക്കെ. അടുത്തത്, അല്ലാഹുവേ ഡാഷ് എന്നെ നീ ഉൾപ്പെടുത്തണമേ. എന്താണ്? അല്ലാഹുവേ അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതതഹിരീൻ. നമ്മൾ പാഠത്തിൻ്റെ അടിയിൽ ബോക്സ് പഠിച്ചിട്ടുണ്ട്, അവിടെ നിന്നാണ്. അല്ലാഹുവേ ശുദ്ധിയുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. ശുദ്ധിയുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. അടുത്തതാ, അഷ്ഹദു അൻ ഡാഷ് ഇല്ലല്ലാ. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഉളൂവിൻ്റെ ദിക്ർ, ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് നിരത്തി ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ്. നമുക്ക് ഇവിടെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. ആ ഉളൂവിൻ്റെ ദിക്റും ദുആവും തന്നെയാണ് തന്നത്. അപ്പോൾ എങ്ങനെ അത് ഓർഡർ ആക്കി കൊടുക്കാം? ഫസ്റ്റ് വന്നത് വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നതാണ്. അത് നമ്മൾ അവിടെ ഓർഡറിലാക്കിയിട്ട് താഴോട്ട് എഴുതാം. പിന്നെ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അതുപോലെ അല്ലാഹുമ്മ ജഅൽനി ഡാഷ് വിട്ട ഭാഗം തരും. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഹർക്കത്തുകൾ നൽകാനാണ് തന്നത്.
അവിടെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അതിൻ്റെ ഹർക്കത്ത് നൽകി കൊടുക്കുക. പിന്നെ വജാൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നവിടെ ഹർക്കത്തൊക്കെ നൽകുക. അപ്പോൾ അതാദ്യം വായിക്കാൻ കഴിഞ്ഞാലാണ് നമുക്ക് വജ ജ വാവിന് ഫത്തഹ്, ജീമിന് ഫത്തഹ്, വജ അൽ ഐനിന് ഫത്തഹ് അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാ ഉളു ശരിയാകുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാനാണ്. അപ്പോൾ ശരിയാകുമോ ഇല്ലേ എന്ന് എഴുതണം. കഴുത്ത് നനയാതെ മുഖം കഴുകി. അപ്പോൾ എന്താണ്? ഉളു ശരിയാകും. കഴുത്ത് നനയണം ഉളുവിന് പറയുന്നില്ല, മുഖം മുഴുവനും കഴുകിയാലാണ് ഉളു പൂർണ്ണമാകുക. അപ്പോൾ അവിടെ കഴുത്ത് നനയാഞ്ഞാൽ ഉളു ശരിയാകും എന്ന് എഴുതാം. പിന്നെ ശുദ്ധിയില്ലാത്ത വെള്ളം കൊണ്ട് ഉളു ചെയ്തു. എന്താണ്? ഉളു ശരിയാകൂല. പിന്നെ നിയ്യത്ത് കൂടാതെ ഉളു ചെയ്തു, അതും ഉളു ശരിയാവൂല. പിന്നെ കാൽ കഴുകാതെ ഉളു പൂർത്തിയാക്കി, അതും ഉളു ശരിയാകില്ല. ഇനി അടുത്ത ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. അൽ ഈമാൻ. അൽ ഈമാൻ എന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ അൽ ഈമാനു ഷത്റുൽ ഈമാൻ. അൽ ഈമാനു ഷത്റുൽ ഈമാൻ അതവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ശുദ്ധി കൂടാതെ എന്താണ്? ഖുർആൻ സ്പർശിക്കരുത് എന്നതിൻ്റെ കൂടെ എഴുതി കൊടുക്കാം. പിന്നെ മാ ഉത്തുഹൂർ. മാ ഉത്തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളം. ശുദ്ധിയുള്ള വെള്ളം എന്നാണ് മാ ഉത്തുഹൂർ. ഇനി ഉളൂഇൻ്റെ ഷർത്തുകൾ. ഉളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. ഉളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. ഇനി ഇവിടെ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഉളൂഇൻ്റെ 6 ഫർളുകൾ എഴുതാൻ. ഉളൂഇൻ്റെ 6 ഫർളുകൾ. 1 നിയ്യത്ത്, 2 മുഖം മുഴുവനും കഴുകുക, 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, തർത്തീബ്. ഓക്കെ, അങ്ങനെ 6 എണ്ണം എഴുതുക. ഇനി തർത്തീബ് എന്നാൽ എന്തെന്ന് ചോദ്യം വന്നാലോ? ഫർളുകൾ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. ഫർളുകൾ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീബ്. എന്താണ് ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് കരുതേണ്ടതെന്ന് വെച്ചാൽ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. അതുപോലെ ഉളൂയിൻ്റെ ഷർത്തുകൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഉളൂയിൻ്റെ ഷർത്തുകൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ഉളൂയിൻ്റെ ഷർത്തിൽ ഒന്നാമത്തേത് എന്താണ്? വെള്ളം തുഹൂറാകലാണ്. വെള്ളം തുഹൂറ. എങ്ങനെയുള്ള വെള്ളം കൊണ്ടാണ് ഉളൂ ചെയ്യേണ്ടത്? തുഹൂറായ വെള്ളം കൊണ്ടാണ് ഉളൂ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ. വെള്ളം പകർച്ചയാക്കുന്ന വസ്തുക്കൾ, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ, ആർക്കാണ് നിസ്കാരത്തിൻ്റെ സമയമാവേണ്ടത്? ഉളൂ ചെയ്യാൻ ആർക്കാണ് സമയമാവേണ്ടത്? പിന്നെ വഅൻസൽനാ മിനസ്സമായി ഡാഷ് മാ അൻ തുഹൂറ. ഉളൂവിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ 2 എണ്ണം എഴുതി കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്തുക. ഇത് നമുക്ക് 5 ചാപ്റ്റർ ഉൾപ്പെട്ട ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറയുന്നതിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ, വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഒക്കെ ക്ഷമിക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.